ബിഗ് ബോസിനകത്ത് ഇപ്പൊ ലൈവിലാണെങ്കില് നമ്മുടെ അവിടെ സോഫയിലിരുന്ന് നൂബിനും ബിന്നിയും അനുമോളും കൂടെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അഭിനയത്തെക്കുറിച്ചും അഭിനയിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതിനിടയിലാണ് അനീഷ് വന്ന് വിളിക്കുന്നു. അനുമോളെ വന്ന് ആ അരി ഊറ്റാനായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പൊ അനുമോള് ഞാൻ വരാന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ അനീഷിന്റെ സ്ഥിരമുള്ള പല്ലവി വായോ വായോ എന്ന് വിളിക്കുന്നു. അപ്പൊ അനുമോൾ അവിടെ പറയുന്നത് ആദിലല്ല ഞാൻ വരും. ഞാൻ വരുമെന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും വരും. ഇത് അനുമോളാണെന്ന് പറയുന്നു. അപ്പൊ അവിടെ നിവിൻ ഉണ്ടായിരുന്നു. അപ്പൊ നിവിൻ പറയുന്നത്, "നീ എന്താ അങ്ങനെ പറഞ്ഞത്? നീ ആദില അല്ല എന്ന് പറഞ്ഞത്. എന്തോ കാരണമുണ്ടല്ലോ" എന്നും പറഞ്ഞ്, "ഇപ്പം കാണിച്ചു തരാന്ന്" പറഞ്ഞ് പുള്ളിക്കാരൻ നേരെ ഇവിടെ പോകുന്നു. നമ്മുടെ ബെഡിൽ കിടക്കുകയായിരുന്ന ആദിലയും നൂറയും അടുത്ത് ചെന്നിട്ട് പറയുന്നു, "അനുമോള് പറഞ്ഞു നീ ഞാൻ ആദിലയല്ല അനുമോളാണെന്ന് പറഞ്ഞ് എന്താന്ന് നീ എന്ന് ഇപ്പൊ തന്നെ ചോദിക്കണമെന്ന്" പറയുന്നു. അപ്പൊ സംഭവം വേറൊന്നുമില്ല. തമാശക്കാണ് ചെയ്യുന്നത്. അങ്ങനെ ആദിലയും നൂറയും കൂടെ നേരെ അനുമോളുടെ അടുത്ത് ചോദിക്കാനായിട്ട് വരുന്നു. അപ്പൊ അവിടെ നിന്ന് വർത്തമാനം പറയുന്നു. ആ കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നു. വഴക്കിടുന്നില്ല. ഫണ്ണിയായിട്ട് അനുമോളുടെ പിച്ചിയും മാന്തിയൊക്കെ ചെയ്യുന്നുണ്ട് ആദില വന്നിട്ട്. അപ്പം നിവിൻ അവിടെ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. "നിനക്കങ്ങനെ വേണം, നിനക്കങ്ങനെ വേണം. ഞാൻ ചോദിപ്പിക്കും" എന്നും പറഞ്ഞ് നിവിൻ അവിടെ കിടന്ന് പറയുന്നു. "നീ എന്താടി പറഞ്ഞത്? നീ ആദിലയെക്കുറിച്ച് എന്താടി പറഞ്ഞത്? നിനക്ക് പറയാനുള്ളത് നീ ഇപ്പൊ തന്നെ പറയടി" എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ വിനിയും നൂവിനും അവിടെ അടുത്ത് നിന്ന് ചിരിക്കുന്നുണ്ട്. നൂറ അവിടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. അതിനുശേഷം പിന്നെ വഴക്കുണ്ടാവും എന്ന ധാരണയിലാണ് നമ്മുടെ നിവിൻ അവിടെ ഈ ഒരു പ്രകടനം അവിടെ കാഴ്ചവെക്കുന്നത്. ജസ്റ്റ് തമാശയാണ്. സീരിയസ് ആയിട്ടൊന്നും അല്ല. അന്നേരം അവിടെ നമ്മുടെ പുള്ളിക്കാരത്തി പറയുന്നുണ്ട്. അതിന് അതിന് ശേഷം പറയുന്നുണ്ട്, "നിനക്കെന്താ ഞങ്ങളെ തമ്മിൽ തല്ലിക്കണോ? അതിനാണോ നീ ഇതൊക്കെ പറഞ്ഞത്? നിനക്കെന്താ ഞങ്ങളെ തമ്മിൽ തല്ലിക്കണോ? അതിനാണോ ഇത് പറഞ്ഞതെന്നും" പറഞ്ഞ് നിവിനെ ഓട്ടിക്കുന്നു. പോടാന്നും പറഞ്ഞ് ഓട്ടിക്കുന്നുണ്ട്. ഇപ്പൊ ലൈവില് നടന്നതാണ്. ജസ്റ്റ് ഫണ്ണായിട്ടുള്ള കാര്യമാണ്. വേറൊന്നുമില്ല. അപ്പൊ വീട്ടിലുള്ള ഇപ്പൊ സാബുമ്മന്റെ അച്ഛനും അമ്മയും വന്നിട്ട് പോയിട്ടുണ്ട്. ഇനി നാളെ പുതിയതായിട്ട് ആരുടെയൊക്കെ വരുമെന്ന് അറിയത്തില്ല. 4 പേരുടെ മിനിമം 4 പേരുടെയെങ്കിലും ഫാമിലി ഒരു ദിവസം കയറുന്നുണ്ട്.